ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 81ന്റെ റിവ്യൂ എത്രത്തോളം ഇതാകും എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് നല്ല ബോറിംഗ് ആയിരുന്നു ഇന്നത്തെ ലൈവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ കുറേ സമയത്തൊക്കെ ഞാൻ അതിൽ നിന്നൊക്കെ അങ്ങോട്ട് വിട്ടുപോയി. റെക്കോർഡ് ചെയ്ത് വെച്ച സാധനം ചുമ്മാ ഓടിച്ച് വിട്ട് നോക്കിയിട്ട് ആ ഒരു ടാസ്കൊക്കെ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കി. മറ്റേ എൻഡ്യൂറൻസ് ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ ഭിത്തിയിൽ കുറേയധികം കട്ടകൾ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു പരിപാടിയാണ്. അത് നല്ല ഗംഭീരമായിട്ട് ജിൻഡോ ചെയ്തു. എനിക്ക് ജിൻഡോ ചെയ്ത് ഇഷ്ടപ്പെട്ടു. ജിൻഡോ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കുറേയധികം ആളുകൾ അതിന് എതിരഭിപ്രായം പറയുന്നുണ്ട്, ജാസ്മിനും ടീമുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ജിൻഡോയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ഒക്കെ ആയതുകൊണ്ടും അതിനുവേണ്ടി മുഴുവൻ സമയം നോക്കിയിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് മുഴുവനായിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ റിവ്യൂ ആണ്. അതുകൊണ്ട് ആ താല്പര്യമുള്ള ആൾക്കാർ കണ്ടാൽ മതി. ഇതുകൂടാതെ ഇന്ന് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിൻ ഗെയിമേഴ്സ് എന്ന് പറയുന്ന ചില ആളുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പോൾ ഇട്ടത്. ആ ഒരു പോളിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ട സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് നല്ലൊരു പാട്ട് ഇങ്ങനെ വന്നു. മലർകളെ മലർകളെ ഇത് എന്ന മലര്, മാതിരി ഒരു പാട്ട് വന്നു. കാരണം ചില ആളുകളുടെ കമൻറ്റുകൾ കണ്ട സമയത്ത് ഇവന്മാരൊക്കെ എന്ത് മലരാണ് ഈ പറയുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഫാൻസ് സീസൺ 6 ടോപ്പ് ഗെയിമേഴ്സിൻ്റെ ഹാർഡ് കോർ ഫാൻസ്, എൻ്റെ പൊന്നടി, അതിലും ഗതികെട്ട പരിപാടി വേറെ ഉണ്ടോ? ഞാൻ 3 സംഭവ കഥകൾ പറയാം. ഇത് ആരുടെയൊക്കെ പിന്നാമ്പുറ കഥകളാണ് എന്നുള്ളത് അന്വേഷിക്കാനായിട്ട് ത്വരയുള്ള ആളുകളാണ് ഫാൻസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ പണിയില്ലാത്ത ഏതെങ്കിലുമൊക്കെ വേസ്റ്റുകളായിരിക്കും ഇവരുടെയൊക്കെ ഫാൻസ് ആയിട്ട് തുടരുന്ന ആളുകൾ, ഹാർഡ് കോർ ഫാൻസ്. ഗെയിമിനെ ഗെയിമായിട്ട് നോക്കിക്കണ്ട് ഗെയിമേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. വ്യക്തി ജീവിതത്തെ കുറിച്ചിട്ടും ഇവരുടെയൊക്കെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ആളുകൾ അവരുടെ ഈ പിന്നാമ്പുറ കഥകൾ അറിയാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള പിന്നാമ്പുറ കഥകൾ പറഞ്ഞിരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾക്ക് പോയി കാണാം. അങ്ങനെയൊക്കെ താല്പര്യരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ 3 സംഭവ കഥകൾ പറയാം. ഒരിക്കൽ ഒരു ഡയറക്ടർ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയായിട്ട് വരികയാണ്. ഒരു സിനിമയിൽ അവസരം ആ ഒരു പെൺകുട്ടിക്ക് വേണം എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ഈ ഒരു ഡയറക്ടറുടെ സിനിമയിൽ ആ പെൺകുട്ടിക്ക് അവസരമൊന്നുമില്ല. ആ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു പെൺകുട്ടിയുമായിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ നിൽക്കുകയാണ്. വൈകിട്ട് ഡയറക്ടറെ പേഴ്സണലായിട്ട് കണ്ടിട്ട് ചെറുപ്പക്കാരൻ ആ ഒരു പെൺകുട്ടിയെ ഓഫർ ചെയ്യുകയാണ്. ഏത് തരത്തിലുള്ള സഹകരണത്തിനും ആ ഒരു പെൺകുട്ടി റെഡിയാണ് എന്ന് ആ ഒരു ചെറുപ്പക്കാരൻ, ആരോഗ്യ ദൃഢകാർത്തനായിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ഡയറക്ടറോട് പറയുകയാണ്. ആ ഒരു ചെറുപ്പക്കാരനെ ആ ഒരു ലൈവിൽ വളരെ മോശമായിട്ടുള്ള വേർഡ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം മെൻഷൻ ചെയ്തത്. കൂടുതൽ വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരനെതിരെ ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് സായ് ബിഗ് ബോസിലേക്ക് പോയത്. ആ ഒരു ചെറുപ്പക്കാരനെതിരെയുള്ള ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് സായ് ബിഗ് ബോസിലേക്ക് പോയത്. ഒരു മാമ എന്ന് പറയുന്ന ഒരു വേർഡൊക്കെ അദ്ദേഹം ആദ്യഘട്ടങ്ങളിൽ യൂസ് ചെയ്തത് നിങ്ങൾ കേട്ട് കാണും. ഇതൊരു സംഭവ കഥ. ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ഫാൻസ് ആയിട്ടുള്ള ആളുകളുണ്ടോ? അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഗതികെട്ടവന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കമൻറ്റ് ബോക്സിലെ കമൻറ്റുകൾ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഈ പേരൻ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കുണ്ട്. പേരൻസ് നഷ്ടപ്പെടുക എന്ന് പറയുന്നതും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം ആരാണോ കർമ്മം കൊണ്ട് നമ്മുടെ പേരൻ്റ് ആവുന്നത് അവർ നമുക്ക് എപ്പോഴും ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ പിന്നീടാണെങ്കിലും ജീവിതത്തിൽ കിട്ടും. പേരൻ്റ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഉൾവലിഞ്ഞ് സൗഹൃദങ്ങളില്ലാതെ ജീവിക്കുന്ന ആളുകൾ ആൻറ്റി സോഷ്യൽ ഗ്യാങ്ങുകളുമായിട്ട് ചേർന്ന് ആളുകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുന്ന സമയത്ത് പേരൻ്റ് ഇല്ലാത്തതിൻ്റെ ഒരു കൺസിഡറേഷൻ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമൂഹത്തിൻ്റെ ബാധ്യതയാവാത്ത തരത്തിലേക്ക് സ്വന്തം ഇൻസെക്യൂരിറ്റികളെ മാനേജ് ചെയ്യാൻ പറ്റാത്തവനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട്, ടോപ്പ് പ്ലെയറാണിപ്പം. അപ്പോൾ അയാളുടെ ഫാൻസുകാർക്കൊന്നും സ്വന്തമായിട്ട് ഒരു പേര് പോലും ഇല്ല. ഫേക്ക് ഐഡി ഉണ്ടാക്കുന്ന സമയത്ത് പോലും ഒരു മനുഷ്യൻ്റെ പേര് അവർക്ക് ഉപയോഗിക്കാനായിട്ട് അറിയത്തില്ല. അതേപോലെ തന്നെ അവരെയൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പുറത്താക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആത്മഹത്യാ പ്രേരണയെ കൊലപാതകമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവരുടെ വിജയമായിരിക്കും, അത് വിജയമായിരിക്കും കേട്ടോ. അവരുടെ ഒരു വിജയമായിട്ട് അവർ ആഘോഷിക്കുന്നത് 3-4 ട്രാൻസ്ജെൻഡേഴ്സിനെ അവർ ആത്മഹത്യ ചെയ്യിപ്പിച്ചു. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുടെ ഫാൻസ് ഉണ്ടെങ്കിൽ അതും വളരെ ഗതികേടൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു ഗെയിമറുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയിൻ കണ്ടന്റ് തന്നെ അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇക്കാമാർ വരും. ഇക്കാമാരുടെ കൂടെ ഏതെങ്കിലും ഒരു താത്താമാർ ആ ഒരു ഇക്കാമാരെയും ഈ ഒരു കൊച്ചിനെയും വെച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി വരും. അങ്ങനെയുള്ള കഥകളൊക്കെയാണ് ഇവർ മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉദ്ദേശം വയ്ക്കുന്നത്. അദ്ദേഹത്തിന് വലിയ സൗഹൃദ വലയമുണ്ട്. സൗഹൃദ വലയത്തിലുള്ള ആളുകളും ഇത്തരത്തിലുള്ള അളിഞ്ഞ കണ്ടന്റുകൾ വെച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതിൽ ചില കൺമശി കുറുമ്പന്മാരുണ്ട്. കുറുമ്പന്മാർ ഈ ഒരു കുറുമ്പിയെ പ്രപ്പോസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കണ്ടന്റും ഇടുന്ന ആളുകളാണ്. അപ്പോൾ ഇതിന് ഇമ്മച്യൂരിറ്റി എന്നൊക്കെ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ നല്ല കിണ്ണം തേപ്പ് ചില ആളുകൾക്കൊക്കെ ചില സമയത്ത് കിട്ടും. അതിൻ്റെ വേദന എന്നൊക്കെ പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരുപോലെയാണ്. ഇമ്മച്വർ ആയിട്ടുള്ള ആൾ തേച്ചാലും മെച്വർ ആയിട്ടുള്ള ആൾ തേച്ചാലും അത് കിട്ടുന്നവന് നല്ല വേദനയായിരിക്കും. പിന്നെ ഈ പറയുന്ന തേപ്പ് കിട്ടിയിട്ടുള്ള അമ്മമാർക്ക് മറ്റേ ആശ്വാസം പകരുക, അവർക്ക് വീണ്ടും മെച്ചപ്പെട്ട ജീവിതം ഒരുക്കി കൊടുക്കുക എന്നുള്ളതൊന്നും ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് എൻ്റെ അജണ്ടയിലുള്ള പരിപാടിയല്ല. ഇതെല്ലാം ഈ പറയുന്ന
ഒരു ക്ലാസ് ഓഫ് ആൾക്കാരുടെ ഇടയിലുള്ള സംഗതിയാണ്. അപ്പോൾ ഈ ക്ലാസ് ഓഫ് ആൾക്കാരാണ് ബിഗ് ബോസ് സീസൺ 6 വന്നത് എന്നുള്ളത് എന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമില്ല. ഞാൻ അവരെ ഗെയിമേഴ്സായിട്ട് തന്നെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇമാതിരി ഷിറ്റ് ക്ലാസ് പരിപാടികൾ, അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ പിന്നാമ്പുറ കഥകൾ, അത് വെച്ചിട്ടൊന്നും ബിഗ് ബോസ് സീസൺ 6 ഒന്നും അനലൈസ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ സീസൺ 6 ഇമാതിരി ഒരു നിലവാരമില്ലാത്ത കണ്ടസ്റ്റൻസിനെ കൊണ്ട് നിറഞ്ഞു എന്നുള്ളത് അത് ഓരോ സീസണിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പിന്നാമ്പറ കഥകളിലേക്കൊന്നും പോകാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. ആ ഒരു പിന്നാമ്പറ കഥകളിൽ കുതികളായിട്ടുള്ള ആളുകൾ അതൊക്കെ നോക്കിയിട്ട് ഓട്ടൊക്കെ കൊടുത്തോളുക. ഞാൻ ഹോട്ട്സ്റ്റാർ അത്യാവശ്യം നല്ല പൈസ കൊടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് റിട്ടേൺ ഉള്ളതുകൊണ്ടാണ് നമ്മളിതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. ഇനി 10-20 ദിവസമല്ലേ ഉള്ളൂ. ഈ സവർ എങ്ങനെയൊക്കെ അവസാനിച്ചോളൂ. അപ്പോൾ അടുത്ത തവണ മികച്ച കണ്ടസ്റ്റൻസിന് വേണ്ടി നമ്മൾക്ക് ആഗ്രഹിക്കാം. ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ഇവരാണ്. പക്ഷെ ഇവർ ഷോയിലേക്ക് വന്നു. ഇനി അവരെ ഗെയിമേഴ്സ് എന്നുള്ള രീതിയിൽ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഐഡിയ. അതിപ്പോൾ ഏത് സ്വഭാവമുള്ള ആളാണെങ്കിലും ഇവിടെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ള ഡാമേജസിനെ കുറിച്ചിട്ട് എനിക്ക് അറിയാൻ വേണ്ട, ഞാനതിനെ കുറിച്ചിട്ട് പറയത്തുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർത്തോളുക. അതൊക്കെ നിങ്ങളുടെ സർക്കിളുകളിൽ പറഞ്ഞു തീർത്തോളുക. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ഈ പറയുന്ന ക്ലാസ് ഓഫ് ആൾക്കാരുമായിട്ടും അവരുടെ പ്രശ്നങ്ങളുമായിട്ടും യാതൊരുവിധ തരത്തിലും ഇടപെടാത്ത ഒരു വ്യക്തിയാണ്. ഞാനിത് കാണുന്ന മെച്യൂറായിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയാണ് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ് ഇല്ലാത്ത ആൾക്കാർക്ക് വീഡിയോ കാണാതിരിക്കാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ക്ലാസ്സിന് ചേർന്ന വീഡിയോസ് വേറെ ഉണ്ടല്ലോ, അത് കണ്ടുകൂടെ? അപ്പോൾ അതുകൊണ്ട് തന്നെ ജാൻമണി പറയുന്നത് പോലെ ലാ ക്ലാസ് എൻ്റെ വീഡിയോ കാണണ്ട. ഇനി എപ്പിസോഡ് 81 റിവ്യൂയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എൻഡ്യൂറൻസ് ടാസ്കുകളായിരുന്നു. രാവിലെ ഒരു ചെറിയ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. വലിയ കാര്യമായിട്ട് ഒന്നും പറയേണ്ടതില്ല. അതിനുശേഷമുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. കുറേയധികം ടാസ്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വളരെ ലെങ്തി ആയിട്ടുള്ള ടാസ്കുകളാണ്. ആദ്യം തന്നെ ഉണ്ടായിരുന്നത് ചാഞ്ചാട്ടം ടാസ്ക്കാണ്. അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. സ്ക്രീൻഷോട്ട്സ് ആഡ് ചെയ്യാം. ഒരു കയറിൻ്റെ അറ്റത്ത് ബന്ധിച്ചിരിക്കുന്ന ഒരു തൊട്ടിൽ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതെ ആ ഒരു തൊട്ടിലിനെ ഇങ്ങനെ കറക്റ്റ് പിടിച്ചു നിർത്തി കട്ടകളെടുത്ത് അതിലടുക്കി വെക്കണം. നമ്മൾ കട്ടകൾ എടുക്കുന്ന സമയത്ത്, മാക്സിമം കട്ടകൾ അടുക്കുന്ന സമയത്ത് തൊട്ടിൽ ചെരിഞ്ഞാൽ കട്ടകൾ മറിഞ്ഞു പോവും, ഔട്ടായി പോകും. അതൊരു ഗംഭീര ഗെയിം ആയിരുന്നു. ജിൻഡോ 5 കട്ടകൾ അടുക്കി 3 പോയിന്റുകൾ നേടുന്നുണ്ട്. അഭിഷേക് 4 കട്ടകൾ അടുക്കി 2 പോയിന്റുകൾ നേടുന്നുണ്ട്. ജാസ്മിൻ 3 കട്ടകൾ അടുക്കി 1 പോയിന്റ് നേടുന്നുണ്ട്. ജാസ്മിനൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഗെയിമിലേക്ക് എൻ്റർ ആവുന്നത്. ഇന്നലെയൊക്കെ വൻ തോൽവിയായിരുന്നല്ലോ. പിന്നീടുള്ളൊരു ടാസ്ക് കൈ കട്ടകൾ കൊണ്ട് ഒരു പ്രതലത്തിൽ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു ടാസ്ക് ആയിരുന്നു. കുറേയധികം കട്ടകൾ, ചെറിയ കട്ടകൾ, അധികം വെയിറ്റ് ഇല്ലാത്ത കട്ടകൾ ഇങ്ങനെ നമ്മൾ മാക്സിമം അടുക്കി കൈ കൊണ്ട് ഇങ്ങനെ താങ്ങി നിർത്തുക. കൈ നേരെ പിടിക്കണം, കൈ ചെരിഞ്ഞു പോകരുത്, കട്ടകൾ താഴെ പോകരുത്. ആ ഒരു ടാസ്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജിൻഡോ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ജിൻഡോയുടെ കളിയെ കുറിച്ചിട്ട്. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. 12 മിനിറ്റാണ് ജിൻഡോ ഹോൾഡ് ചെയ്തത്. ഇതൊക്കെ BB Plus നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമായിരിക്കും കേട്ടോ. നിങ്ങളൊരു സിറ്റുവേഷനിൽ പെടുകയാണ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ആരെ കൂടെ കൂട്ടും എന്നുള്ളൊരു ടാസ്ക് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടു കാണും. ആ ഒരു ടാസ്ക് ഒരു ഫൺ ടാസ്ക് ആണ്. ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം ബോറിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ജാസ്മിന് ബാങ്ക് കൊള്ളയടിക്കാൻ നേരത്ത് കൂടെ കൂട്ടാൻ തോന്നുന്ന ഒരാൾ ആരാണ് എന്നുള്ള ചോദ്യമായിരുന്നു മറ്റേ കലത്തിൽ നിന്ന് കിട്ടിയത്. ജാസ്മിൻ അർജുനെയാണ് കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആണ്. അദ്ദേഹത്തിന് ഇവിടെ ആകെ വിശ്വാസം തോന്നുന്ന 2 വ്യക്തികളിൽ ഒരാൾ അർജുനാണ്, മറ്റൊരാൾ ശ്രീതു ആണ്. അപ്പോൾ അർജുനെ കൂടെ കൂട്ടുന്നു. സായിക്ക് കിട്ടിയ ആ ഒരു പേപ്പറിൽ കൃഷിയിടത്തിൽ നോക്കുകുത്തിയായിട്ട് വെക്കാൻ പറ്റിയ ആൾ ആരാണ് എന്നുള്ള ഒരു സംഭവമായിരുന്നു. നോറ ദ മോൺസ്റ്ററെ സായി തിരഞ്ഞെടുക്കുകയാണ്. ഏതെങ്കിലും കീടങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിള നശിപ്പിക്കാനായിട്ട് ഏതെങ്കിലുമൊക്കെ പക്ഷികൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ വെറുപ്പിച്ച് ഓടിക്കുക, അല്ലെങ്കിൽ അവരെ കൺഫ്യൂഷനാക്കി ഓടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നോറ ചെയ്തോളൂ എന്ന് സായി പറയുന്നു. നന്ദനയ്ക്ക് കിട്ടിയ ഒരു കാർഡിൽ സ്പോട്ട് എവിക്ഷൻ ഇപ്പോൾ നടന്നു കഴിഞ്ഞാൽ ആരെ പുറത്താക്കുമെന്നുള്ളതാണ്. നന്ദന അഭിഷേകിനെ പറയുന്നു. നല്ല പോയിന്റുകളുമായി മുന്നേറുകയാണ്. നന്ദനയ്ക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കും ഒരു ഭീഷണിയാണ് അഭിഷേക്. അങ്ങനെ അഭിഷേകിനെ പുറത്താക്കുമെന്ന് പറയുന്നു. ജിൻഡോയ്ക്ക് കിട്ടിയത് നിങ്ങൾ അന്യഗ്രഹത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉപേക്ഷിച്ചിട്ട് വരുന്ന കണ്ടസ്റ്റന്റ് ആരാണ്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അത് സായി ആണ്. ഇവിടെ നിന്നാലും പ്രത്യേകിച്ച് സായിയെ കൊണ്ട് ആവശ്യങ്ങളൊന്നുമില്ല, അവിടെ പോയി വല്ല റിവ്യൂ ഒക്കെ ചെയ്ത് ജീവിച്ചോട്ടെ. സിജോയ്ക്ക് കിട്ടിയത് മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്ന് ആരെ രക്ഷിക്കും എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. നന്ദനെ രക്ഷിക്കും, അനിയത്തിക്കുട്ടിയാണ്. വലിയ എന്തോ ഒരു കാര്യമുണ്ട്. ഈ വലിയ കാര്യം പലതവണ പറഞ്ഞ സിജു എന്ത് വെറുപ്പിക്കലാണ്. ഇന്ന് ലൈവിനകത്തും ഈ ഒരു പണപ്പെട്ടി നോറ എടുക്കുമോ, നന്ദന എടുക്കുമോ എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻസ് ആണ്. സിജോ മറ്റേ ബിഗ് ബോസിൻ്റെ റൂൾസിന് വിരുദ്ധമായിട്ടുള്ള ആ ഒരു ചാരിറ്റി സാധനമാണ് എടുത്തിടുന്നത്. സിജോ അവിടെ ഒരു നന്മമരം ഗെയിമാണ് പലപ്പോഴും എടുത്തിരുന്നത്. എന്തിനാണ് അത് ഒഴിവാക്കിയാൽ പോരെ?
അതേപോലെ തന്നെ മറ്റേ അനിയത്തിക്കുട്ടി ഏട്ടായിമാർ ഗെയിം എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. അഭിഷേകിന് വിമാനം തകരുമ്പോൾ പാരച്യൂട്ട് തികഞ്ഞില്ലെങ്കിൽ ആരെ ഒഴിവാക്കും എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. ജിൻഡോയെ ഒഴിവാക്കും. കാരണം ജിൻഡോ എവിടെ വീണാലും കടലിൽ വീണാലും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ എന്നുള്ളത് അഭിഷേക് പറയുന്നു. ശ്രീധുവിനെ കിട്ടിയത് ഇലക്ഷനിൽ ഒരാളെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആരെ നിർത്തുമെന്നുള്ള ചോദ്യമായിരുന്നു. സിജോയെ നിർത്തും. സിജോയ്ക്ക് നല്ല ഗംഭീരമായിട്ടുള്ള വാക് ചാതുര്യമുണ്ട് എന്നുള്ളതാണ് ശ്രീധു പറയുന്നത്. ഋഷിക്ക് കിട്ടിയത് തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഋഷിയെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആരെ രക്ഷിക്കാൻ വിളിക്കുമെന്നുള്ളതാണ്. അഭിഷേകിനെ വിളിക്കും. വിശ്വാസമുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അഭിഷേക്. അർജുനോട് ചോദിക്കുന്നത് നെക്സ്റ്റ് ബിഗ് ബോസ് സീസണിൽ ക്യാമറയായിട്ട് നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ്. സായിയാണ് 360 ഒബ്സർവേഷനുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെ കുറിച്ചും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഉള്ള സീക്രട്ട് ഏജന്റ് ആണ് സായി. അപ്പോൾ എല്ലാം പഠിച്ചു വരുന്ന ഒരാളായതുകൊണ്ടും സായിയെ നിർത്തുമെന്ന് അർജുൻ പറയുന്നു. നോറയ്ക്ക് ഫിനാലയ്ക്ക് ശേഷം ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിന്ന് ആരെ ഒഴിവാക്കും എന്നുള്ളൊരു ചോദ്യമാണ് പേപ്പറിൽ നിന്ന് കിട്ടിയത്. റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് പോസിറ്റീവ് ആവാൻ വേണ്ടി നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ വേണ്ടി സിജോയെ ഒഴിവാക്കും. സിജോ അവിടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നത് നോറയ്ക്ക് മൊത്തത്തിൽ മൂഡ് കളയുന്ന ഒരു സംഗതിയാണെന്ന് പറയുന്നു. സിജോ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ന്യായം കേട്ട് കഴിഞ്ഞാൽ നോറയ്ക്ക് മൂഡ് പോകുമെന്നുണ്ടെങ്കിൽ നോറയുടെ ഗെയിമിന് എന്തോ പ്രശ്നമാണ്. പിന്നീട് മിച്ചമുള്ള 2 എണ്ണം ആർക്ക് വേണമെങ്കിലും എടുക്കാം. ജാസ്മിനും നോറയും ഓടിപ്പോയി എടുക്കുകയാണ്. ജാസ്മിന് കിട്ടിയത് കല്യാണം മുടക്കാൻ പോകുമ്പോൾ ജാസ്മിൻ ആരെ കൂടെ കൂട്ടും എന്നുള്ളതാണ്. ജിൻഡോയെ കൂടെ കൂട്ടും എന്നുള്ളതാണ് ജാസ്മിൻ പറയുന്നത്. നോറയ്ക്ക് കിട്ടിയത് ഒരു സാമ്രാജ്യം നോറ രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാവൽക്കാരനായിട്ട് ആരെ നിർത്തും എന്നുള്ളൊരു ചോദ്യമാണ്. വളരെ ട്രസ്റ്റുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാൾ സോൾ ഋഷിയാണ്. ഋഷിയെ നിർത്തുമെന്ന് പറയുന്നു. അതിനുശേഷം ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് 6 പൂച്ചയ്ക്ക് ആര് മണി കിട്ടും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പിസോഡിൽ മുഴുവനായിട്ട് കാണിച്ചു. ലൈവിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ഉള്ള ഒരു ടാസ്ക് തന്നെയാണ്. ഒരു പൂച്ചയെ പുറത്ത് കൊണ്ടേ വെച്ചിട്ടുണ്ട്. അവിടെ CID രാംദാസ് വരും. രാംദാസ് വന്ന് മണി അടിക്കുന്ന സമയത്ത് പൂച്ചയ്ക്ക് ഓടിപ്പോയി ഈ മണി കെട്ടണം. മണി കെട്ടിയതിൻ്റെ ഓർഡറിലാണ് ആളുകൾക്ക് ഈ ഗെയിമിൽ മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള അവസരം ലഭിക്കുക. ഈ മണി കെട്ടിയതിൻ്റെ ഓർഡറിൽ ആളുകൾ നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് മറ്റേ ടങ് ട്വിസ്റ്റർ ചോദിക്കും. മറ്റേ നാക്ക് കുഴക്കുന്ന ആ ഒരു സാധനം, നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു സാധനം ചോദിക്കും. അത് വ്യക്തമായിട്ട് ബിഗ് ബോസിന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ജയിക്കും. അതിനുശേഷം നിൽക്കുന്ന ആളുകൾക്ക് അവസരം കിട്ടില്ല. ഇപ്പം ആദ്യത്തെ 2 ആളുകൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അവസരം കിട്ടും. അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജയിക്കും. അപ്പോൾ ആദ്യം തന്നെ മാല ഇടേണ്ടതുണ്ട്. എന്നെങ്കിൽ മാത്രമേ ആദ്യം അവസരം കിട്ടത്തുള്ളൂ. ടങ് ട്വിസ്റ്ററുകൾ ഇത്തിരി കട്ടിയാണ്. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി, അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ, ഇങ്ങനെയുള്ള സാധനമൊക്കെ ആയിരുന്നു. അത് ഇത്തിരി ടഫാണ്. ഇത് ഓർത്ത് പഠിക്കാനായിട്ടൊക്കെ എളുപ്പമാണ്. കാരണം അതിൻ്റെ ആ ഒരു മീനിങ് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഇത് സീസൺ 6 കണ്ടസ്റ്റൻസ് ആണ്. മൂളയില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവുന്നില്ല. ആ ഒരു മീനിങ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ചെറിയ പ്രാക്ടീസുകളിൽ കൂടെ ഇവർക്കിത് സിമ്പിളായിട്ട് പറയാൻ പറ്റിയേനെ. പക്ഷേ അവർക്കത് പറയാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇവർ പറയുമ്പോൾ തെറ്റിപ്പോകുന്നതല്ല, ഇവർക്ക് അത് ഓർമ്മയില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ആദ്യം ജാസ്മിൻ, നന്ദന, ഋഷി, ജിൻഡോ എന്നിവരാണ് നിൽക്കുന്നത്. ഋഷി അതിനകത്ത് ജയിക്കുന്നുണ്ട്. ഗെയിം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് ഒരു ഇഷ്യൂ വരുന്നത്. എല്ലാവരും കൂടെ ഓടി വന്നിട്ട് മാല ഇടുന്ന സമയത്ത് ആരാണ് ആദ്യം മാല ഇട്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു. ഇപ്പോൾ സിജോയും സായിയും അവിടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് വരുന്ന സമയത്ത് അവരുടെ പൊന്ന് അനിയത്തി അതിൻ്റെ ഇടയിൽ പെട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ ന്യായമായിട്ട് പറഞ്ഞ സമയത്ത് അനിയത്തിക്ക് സപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അനിയത്തി അവിടെ പിണങ്ങുന്നുണ്ട്. വളരെ മോശമായിട്ടുള്ളൊരു പിണക്കമായിട്ട് എനിക്ക് തോന്നി. കാരണം തൻ്റെ വിജയം ക്ലെയിം ചെയ്യേണ്ടത് ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ക്ലെയിം ചെയ്യാനായിട്ട് നന്ദനയ്ക്ക് അവിടെ പറ്റിയില്ല. അതിനു വേണ്ടിയുള്ളൊരു പിണക്കവും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് ഫീൽ ചെയ്തു. ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് നന്ദന, ശ്രീധു, സിജു, ജിൻഡോ, ജാസ്മിൻ, നോറ എന്നിവരാണ് അവിടെ നിൽക്കുന്നത്. നന്ദന ഫെയിലാവുന്നുണ്ട്. ശ്രീധു ജയിക്കുന്നുണ്ട്. ശ്രീധു വളരെ രസകരമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ 3 പോയിന്റുകൾ തുല്യമായി നേടി ഋഷിയാണ് ശ്രീധു ഇപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിലെത്തി നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡും ലൈവൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. പുറത്തുള്ള കുറച്ച് ആവിഞ്ഞ ഡിസ്കഷൻസും അതിൻ്റെ പുറകെ നടക്കുന്ന കുറേ പ്രേക്ഷകരുള്ളതുകൊണ്ട് ഈ ഒരു റിയാലിറ്റി ഷോ കാണാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു ചവർ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ടാർഗറ്റ് ഉണ്ടല്ലോ. ടാർഗറ്റ് ഉള്ളതുകൊണ്ടേ എന്നും വൈകിട്ട് റിവ്യൂ ചെയ്യാമെന്നൊക്കെയുള്ള ഒരു പ്ലാനുണ്ട്. അതിങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് ഒരു തോൽവി ആയതുകൊണ്ടാണ് ഞാൻ നിർത്താത്തത്. അല്ലെങ്കിൽ ഈ ചവർ ഞാൻ എപ്പോഴേ നിർത്തിയേനെ. എനിക്ക് നല്ല രീതിയിൽ വെറുത്തു. കാരണം ക്വാളിറ്റി ഇല്ല, കണ്ടസ്റ്റൻസിനും ക്വാളിറ്റി ഇല്ല, ഓഡിയൻസിലൊരു മെജോറിറ്റിക്കും ക്വാളിറ്റി ഇല്ല. ഭയങ്കര ലോ ക്ലാസ് പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നതുകൊണ്ടൊന്നും എനിക്കൊരു മടിയില്ല. ഞാൻ പച്ചയ്ക്ക് പറയും, എനിക്ക് വെറുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ വ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി റിവ്യൂ ചെയ്യുന്നത്. ഒരു 25 അബോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് തുടരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിർത്തി വ്യൂസ് ഡൗൺ ആക്കിക്കൊള്ളുക. ഞാൻ ഈ ഒരു